ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ കഥ ഓർക്കുമ്പോഴേ ഒരു സൂപ്പർ കാണിച്ചു തരാം. യെസ്, ഇതാണ് ഞങ്ങളുടെ ലൂഫി. ലൂഫി, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഇവിടെ മൊത്തം അഴുക്കാക്കിയിട്ടേക്കോ അല്ലേ? എന്തായാലും മൊത്തം അഴുക്കുണ്ടല്ലോ. രാവിലെ നീ എല്ലാം ഇറങ്ങാൻ പോയേക്കുമായിരുന്നു. നമുക്ക് പോയി കുളിക്കാം. കുളിക്കാം. നീ ഇരിക്കുന്നതൊന്നും വിചാരിക്കണ്ട കേട്ടോ. കണ്ടാ പാവം പോലൊക്കെ തോന്നും. കുരിപ്പ് അനുസരണ പറഞ്ഞ സാധനം ഇല്ലാത്തൊരു സാധനം. അപ്പം നമുക്ക് ലൂഫി രാവിലെ തന്നെ കുളിപ്പിക്കാം. കഴിഞ്ഞ ദിവസത്തെ പരിപാടിയാണ്. അവളുടെ പുതിയ ചെരുപ്പ് ഈ നിൽക്കുന്ന മുതൽ കടിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, വേറെ 2 കൂടി ഉണ്ട്. പക്ഷെ ഈ ചെരുപ്പ് നശിപ്പിച്ചത് ഇവളാണ്. അവരെ ഞാൻ അടുത്ത വീഡിയോ കാണാം. നമ്മുടെ അക്വേറിയം കേട്ടോ. അക്വേറിയത്തിൽ കുറച്ച് മീനുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഞാൻ അടുത്ത് വരുമ്പോഴത്തേക്കും, ഞാനല്ല ആര് വന്നാലും അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തീറ്റ കൊടുക്കാനെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ സൈഡിൽ വരും. ഇതുണ്ടായി കൈ വെച്ച് കഴിഞ്ഞാൽ കൈക്കകത്തോട്ട് ചെയ്യുന്നുള്ളൂ. ഇടയ്ക്ക് ഞാനിങ്ങനെ പൊക്കിയൊക്കെ എടുക്കും കേട്ടോ. കുറച്ച് നേരം ശ്വാസം മുട്ടിക്കും, എന്നിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ചു. നല്ല രസമല്ലേ? ലൂഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവളെ ചങ്ങല അഴിക്കാൻ വരുമ്പോൾ അവൾക്ക് ദേഹത്തോട്ട് ചാടി കയറുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ? അല്ലേടി? ഇതിപ്പോൾ അവൾ പെട്ടിരിക്കുക. ഇത് ഗ്രില്ലിന്റെ ഇടയ്ക്ക് കയറിപ്പോയി. ഇങ്ങോട്ട് വാ, ഇതിലേ വാ. തൽക്കാലം നിന്ന് ഇതിൻ്റെ അകത്തോടെ അഴിച്ചുവിടാം. അടങ്ങിയിരുന്നോണം അവിടെ. നീ കണ്ടോണ ദേഹത്തോട്ടൊരു ചാട്ടമുണ്ട് ഇപ്പോളെ. ഇത് കഴിഞ്ഞ കണ്ടോ ദേഹത്തോട്ട് ചാടി. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. വാ 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 വാ. അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങോട്ട് വാ. പോയി കുളിക്കാം. പോ നടക്ക്. അവിടെ ഒന്നുമില്ല, ഇങ്ങോട്ട് വാ. നമ്മളിപ്പം ലൂഫീനെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ലൂഫിയുടെ കുളിമുറിയിലോട്ട് പോവാ. വാ 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 വാ. ഇങ്ങോട്ട് ഇതാ കരുത്. ഇവിടെ കയറി. അവിടെയല്ല, ഇവിടെ കയറി. അവിടെ ഇറങ്ങിയിരുന്നു. കഥ അടച്ചിട്ട് അതിൻ്റെ സൗണ്ട് മൊത്തം. അതിൽ നിന്ന് നമ്മൾ ലൂഫിയുടെ തൊടലിവിടെ നോക്കുന്നു. നമ്മളിവിടെ മാറ്റി വെക്കുന്നു. ലൂഫിയുടെ മാല അടിച്ചു. കുളിക്കാം. എന്നാ തലയിടുന്നേ. ഗുഡ് ഗേൾ. ഇതാണ് ഞങ്ങള് ലൂഫിയെ കുളിപ്പിക്കുന്ന ഷാമ്പു കേട്ടോ. എന്റെ പേരെന്താ? കൊണാസാബോ. ഇതിന് വൃത്തിയുടെ പേരാണല്ലോ. പക്ഷെ നല്ല സാധനം കേട്ടോ. ഇത് വെച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം മറ്റേ ഈ ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ല. അതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു. തീരാറായി കേട്ടോ. ഞങ്ങൾ തേപ്പിച്ച് കുറച്ചു നേരം ഇങ്ങനെ അങ്ങ് നിർത്തും. എന്നിട്ട് നല്ലോണം ഇങ്ങനെ പതപ്പിച്ച് ഇങ്ങനെ എടുക്കും. ഇല്ലടി, കുളിക്കാനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അടങ്ങി നിന്നോളൂ. ഇത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ, ഇങ്ങനെ പുറത്തോടെ മസാജ് ചെയ്യുന്നത്. ഉള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മൾ അവിടെ എവിടെയൊക്കെ കട്ടിലൊക്കെ കിടക്കുന്ന സമയത്ത് അതിന് ചോട്ടി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ കൈ കൊണ്ട് പുറത്ത് പയ്യെ തടയുള്ളൂ. പിന്നെ അവിടെ എണീറ്റ് പോകത്തില്ല. നമുക്ക് തണുപ്പ് ഭയങ്കര ആവശ്യം. ചൂടായി കഴിഞ്ഞാൽ വിഷയമാണ്. കഴിഞ്ഞ ദിവസം 4 പഴം, അവിയല്, തോരൻ, പിന്നെ മാങ്ങാച്ചാറ് ഇതൊക്കെ കഴിച്ചു. ഒരു കുഴപ്പമില്ല. കാശ് കൊടുത്ത് മേടിക്കുന്ന ഫുഡ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പഴയതിന് കൊടുത്താലും അത് വേണമെങ്കിലും കഴിച്ചോളൂ.
അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്നും ഓർക്കല്ലോ കേട്ടോ, ഞങ്ങള് വേറൊന്നും കൊടുക്കുന്നില്ലെന്ന്. എല്ലാ ഡോഗ് ഫുഡും അല്ല, അത്യാവശ്യം ഡോഗ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് വളർത്തുന്നത്. ലൂഫി കൈ കാണിച്ചേ, കൈ കാണിച്ചേ. കൈ കാണിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്താതെ. ഞാൻ എന്നാ പറഞ്ഞാലും അനുസരിക്കുന്ന പോലെ കാണിക്കണം നീ കേട്ടോ. ചെരുപ്പ് ഇവളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം. ചെരുപ്പ് എവിടെ കണ്ടാലും എടുത്തോളൂ. ഇതാ ഞങ്ങളുടെ ബ്രഷ് കേട്ടോ, ഇന്നലെ കുളിപ്പിച്ചതാ, അതുകൊണ്ടാണ് ഇന്നിപ്പോ ബ്രഷ് ചെയ്യാത്തത്. ഇന്നലെ ഓൾറെഡി കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഇട്ട സാധനം. ചിരിച്ചു കാണിച്ചേ. ലൂഫിയെ തോർത്താൻ പോവാണ്. ലൂഫി നിന്റെ കൂട്ടുകാരി എന്തിയെ? കൂട്ടുകാരി അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ. ഈ വീഡിയോ നമ്മൾ നിന്നെ കാണിക്കും, അടുത്ത വീഡിയോയിൽ നമ്മൾ നിന്റെ കൂട്ടുകാരിയെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു മുത്തച്ഛനുണ്ട്, അത് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ കാണിക്കാം. അവിടെ ഇരുന്നേ. ലൂഫി സാധാരണ പട്ടികളെ പോലൊന്നും അല്ല കേട്ടോ. ലൂഫിക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴം, പച്ചക്കറി, മുട്ട ഭയങ്കര ഇഷ്ടം. മുട്ട കണ്ടു കഴിഞ്ഞ് സ്പോട്ടിൽ തീർക്കും. അപ്പൊ ഞങ്ങള് ലൂഫിയെ കുളിപ്പിച്ച് ഈ ലൂഫിനെ നേരെ കൊണ്ടുപോയിട്ട് ഞങ്ങള് ഒന്ന് ഉണക്കിയെടുക്കട്ടെ. നമ്മൾ ഓരോ ഡോഗിനെ വാങ്ങുമ്പോഴും നമുക്ക് ഓരോ പർപ്പസ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് മേടിച്ച അതേപോലത്തെ പട്ടിയാണ്. ഞാൻ പെറ്റായിട്ട് വീടിന്റെ അകത്തിട്ട് വളർത്താൻ മേടിച്ച പട്ടിയാണ്. അത് അലമ്പൊന്നും ഇല്ലാതെ ആ മേടിച്ചത് എന്തായാലും ഞങ്ങൾക്ക് മുതലായി അല്ലടി. എന്തായാലും ഇനി നമ്മള് നല്ലോണം നോക്കി 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 നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ. ഈ ഡോഗിനെയൊക്കെ വളർത്തുന്നതിന് അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. ഇവർക്ക് തന്നെ എത്ര 4 കുത്തിവെപ്പ് എടുത്തതിനുണ്ട് 2,500 രൂപയോ അതിനുണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം മേടിച്ച് ചുമ്മാ വീട്ടിൽ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന് വേണ്ട പരിചരണം കൊടുക്കണം. കറക്റ്റ് സമയത്ത് വാക്സിനും TTയും എല്ലാം കുത്തിവെപ്പുകളെല്ലാം വേണ്ട എടുക്കണം കറക്റ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യത്തില്ല, നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകത്തില്ല. എന്നാലും ഇൻ കേസ് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അതിൻ്റെ പുറകെ നടക്കണ്ടോ. എന്തിനാ നമ്മൾ ബാക്കിയുള്ളവരുടെ ജീവൻ വെച്ച് പരീക്ഷിക്കുന്നത്? നിനക്ക് ലൂഫിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ഏതാ? ലൂഫിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ഏതാ? ഈ പുറകോ ഇവിടോ? നീ ചെവിയ നല്ല ചെവിയല്ലേ? വാ
ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് തോർത്താൻ പോവാന്ന് പറഞ്ഞു. കുളി കഴിഞ്ഞിട്ട് നമ്മൾ തോർത്താൻ പോവാണ്. തോർത്താനല്ല, ഉണങ്ങാൻ പോവാണ്. കുളിപ്പിക്കുന്നത് ചില്ലറ കേസ് കിട്ടുന്നല്ല കേട്ടോ, ഭയങ്കര പാടാ. നമ്മള് വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. നിങ്ങള് ഇത് പിന്നെ കുഴപ്പമില്ല, ഇത് അടങ്ങിയിരുന്നോളൂ. മറ്റവനാണ് പ്രശ്നക്കാരൻ, അങ്ങനെയാണ് അടങ്ങി നിൽക്കാത്തത്. ഞങ്ങൾ കുളി കഴിഞ്ഞ് നീ പോട്ടെ, ഇതെടുത്തിട്ട് മതി, ട്രയർ എടുത്തിട്ടോ. തല പറഞ്ഞേ. ആ കൊള്ളാം. അവിടെ ഇരുന്നേ. ആ ഇതുണ്ടോ? കുളി കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യണ്ട, അത് തന്നെ ദേഹം തോർപ്പിക്കുള്ളൂ. എന്നാടി ഇവിടെ വീട്ടിൽ നമ്മുടെ തുണി അലക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ സോഫയുടെ കവർ അലക്കുന്നത് അല്ലേ? ഇങ്ങ് വന്നേ ബാ, ഇങ്ങോട്ട് ഇറങ്ങിയ മതി. കഴിഞ്ഞ് ബാ, കഴിഞ്ഞ വാ. ലൂഫിയുടെ കിടപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗോയ്സ്? വന്നേ, മതി ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം ഇതാണ് ഞങ്ങളുടെ ലൂഫി. ഇവിടെ കൊണ്ട് ലൂഫി, മഴയുണ്ടോ നോക്കിയടി, മഴയുണ്ടോ? ഇല്ലേ? അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ലൂഫി തന്നെയാണ് നിങ്ങളിപ്പം കാണുന്നത് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് എണീറ്റാണ്. ലൂഫി എന്തുപറ്റി? കുളിയൊക്കെ കഴിഞ്ഞാ? അപ്പൊ ഞങ്ങളുടെ ലൂഫി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ എന്നാ ചെയ്യണ്ട പറഞ്ഞു കൊടുക്കൂ, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വരും വരെ ബൈ.